ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ എപ്പോഴത്തെയും പോലെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ആചാരത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ സ്വന്തം വടക്കേ മലബാറായ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ആചാരമായ പൂരം, മീനമാസത്തിലെ പൂരം. അതായത് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു ആചാരം കൊണ്ടാടുന്നത്. പെൺകുട്ടികളാണ് ഇവിടുത്തെ താരങ്ങൾ എന്ന് തന്നെ പറയാം. അതായത് ഋതുമതികളാവാത്ത പെൺകുട്ടികൾ അഥവാ പീരീഡ്സ് ആവാത്ത പെൺകുട്ടികൾ, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ആചാരം നടക്കുന്നത്. പൂക്കൾ കൊണ്ട് കാമരൂപം ഉണ്ടാക്കി പൂജിക്കുന്നതാണ് ഈ ഒരു ആചാരത്തിന് പിന്നിലുള്ള വിശ്വാസം. എല്ലാ ആചാരത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ടെന്നതുപോലെ പൂരത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. സതീദേവിയുടെ വിയോഗത്തിൽ അതീവ ദുഃഖിതനായ ശിവഭഗവാനെ തപസ്സിൽ നിന്നുണർത്തി പാർവതി ദേവിയോടുള്ള പ്രേമവികാരം ഭഗവാനിൽ ഉണർത്തിക്കുവാൻ വേണ്ടി മറ്റുള്ള ദേവന്മാരെല്ലാവരും കൂടെ കാമദേവനെ കാണുകയും കാമദേവൻ അവരുടെ ആവശ്യപ്രകാരം ശിവഭഗവാൻ തപസ്സിരിക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് തൻ്റെ കാമബാണം ഭഗവാന് നേരെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ തപസ്സിൽ നിന്നുണർന്ന ശിവഭഗവാൻ അതീവ കോപിഷ്ഠനാവുകയും തൃക്കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാമദേവനെ കാണുകയും കാമദേവൻ അവിടെ ഭസ്മമായി തീരുകയും ചെയ്യുന്നു. തൻ്റെ പതിയായ കാമദേവൻ്റെ വിയോഗം സഹിക്കാനാവാത്ത രതീദേവി തൻ്റെ ദുഃഖം മഹാവിഷ്ണുവിനോട് ഉണർത്തിക്കുന്നു. രതീദേവിയുടെ സങ്കടത്തിന് പരിഹാരം എന്നോണം മഹാവിഷ്ണു പറയുന്നു, പൂക്കൾ കൊണ്ട് കാമരൂപം ഉണ്ടാക്കി അത് പൂജിച്ചാൽ കാമദേവൻ പുനർജനിക്കുമെന്ന്. മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ച് രതീദേവി പൂക്കൾ കൊണ്ട് കാമരൂപം ഉണ്ടാക്കുകയും അത് പൂജിച്ചു കഴിഞ്ഞപ്പോൾ കാമദേവൻ പുനർജനിച്ചു എന്നുള്ളതുമാണ് വിശ്വാസം. ഈ ഒരു സംഭവമാണ് പിന്നീട് പൂരത്തിന് പിന്നിലുള്ള ഒരു വിശ്വാസമായി കരുതുന്നത്. പണ്ടുള്ളവർ പറയുന്നത് ഇങ്ങനെ പൂക്കൾ കൊണ്ട് കാമരൂപം ഉണ്ടാക്കി പൂജിച്ചാൽ ഭാവിയിൽ പെൺകുട്ടികൾക്ക് നല്ല നല്ല ഭർത്താക്കന്മാരെ കിട്ടുമെന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം ഇപ്പോഴും ചെറുതായിട്ട് എല്ലാ പ്രദേശങ്ങളില്ലെങ്കിലും ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്തു പോന്നു. പെൺകുട്ടികൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷവതികളായിരിക്കും കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് അണിയാൻ കൈ നിറയെ വളകളും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ പൂരക്കോടി എന്നാണ് പറയുന്നത്. വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് ഈ ഒരു ആചാരത്തിന് നേതൃത്വം നൽകുന്നത്. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പെൺകുട്ടികൾക്ക് പൂക്കളൊക്കെ വാരിക്കൊടുക്കുന്നു. ആ പൂക്കൾ അവർ പൂപ്പലകയിലിടുകയും അതുപോലെ തന്നെ അതിന് വെള്ളം കൊടുക്കുകയും അതുപോലെ തീ കൊണ്ട് 3 പ്രാവശ്യം ഒഴിയുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം പോരാൻ നേരം അവരെല്ലാവരും കൂടെ 3 പ്രാവശ്യം ഉറക്കെ കുരവയിടുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ വൈകുന്നേരം ഈ രാവിലെ ഇട്ട പൂക്കൾക്ക് 3 പ്രാവശ്യം വെള്ളം കൊടുക്കുകയും തീ കൊണ്ടൊഴിയുകയും പിന്നീട് വീണ്ടും കുരവയിടുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്ന ഈ ഒരു ചെറിയ ആചാരങ്ങൾ ഓരോരോ സ്ഥലത്തും വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കാണുന്ന പോലെ തന്നെയല്ല, ചില പ്രദേശങ്ങൾ അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ കാണപ്പെടും. അത് സ്വാഭാവികം. ഇത് കിണറ്റിൻ കര, അതുപോലെ പൂജാമുറി, കുളത്തിൻ്റെ കര, ഇവിടെയൊക്കെ നമ്മൾ പൂക്കൾ ഇടാറുണ്ട്. വീടുകളിലൊക്കെ ആദ്യത്തെ 3 ദിവസം കിണറ്റിൻ കരയിലും പിന്നീട് അത് പൂജാമുറിയിലേക്ക് പൂക്കൾ ഇടുകയും നമ്മൾ ചെയ്യുന്നു. പൂരത്തിൻ്റെ തലേ ദിവസം ഈ ഇട്ട പൂക്കളും അതുപോലെ തന്നെ വേറെ പൂക്കളും ഒക്കെ പറിച്ച് നമ്മൾ കാമരൂപം ഉണ്ടാക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പൂക്കൾ ഇടുവാനും കാമരൂപം ഉണ്ടാക്കാനും ഒക്കെ എല്ലാ പൂക്കളും ഉപയോഗിക്കില്ല. കട്ടപ്പൂവ് അഥവാ ജടപ്പൂവ്, നമ്മുടെ ചെമ്പോത്തിന് പൂവ്, മുരിക്കും പൂവ്, ഈ 3 പൂക്കൾ മാത്രമേ നമ്മൾ ഈ ഒരു ആചാരത്തിനായി ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെ കാമരൂപം ഉണ്ടാക്കുകയും ഇങ്ങനെ പൂരത്തിൻ്റെ തലേ ദിവസം നമ്മൾ ഇങ്ങനെ ബാക്കി വന്ന്, അതായത് നമ്മൾ ഇട്ട പൂക്കളൊക്കെ കൊണ്ട് നമ്മൾ കാമരൂപം ഉണ്ടാക്കും. അതുപോലെ തന്നെ പുതിയതായി കുറേ പൂക്കളൊക്കെ പറിച്ച് നമ്മൾ നല്ലൊരു കാമരൂപം ഉണ്ടാക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് പൂരത്തിൻ്റെ അന്ന്, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ കാമരൂപത്തിന് നമ്മൾ അരിയും പായസവും ഒക്കെ നേദിക്കുന്നു. അന്ന് രാത്രിയാണ് നമ്മൾ കാമദേവനെ പറഞ്ഞയക്കുന്നത്. അന്ന് രാത്രി നമ്മൾ കാമദേവനെ പറഞ്ഞയക്കുന്നത്, അതായത് നമ്മുടെ തൊടിയിലുള്ള പ്ലാവിൻ്റെ ചുവട്ടിലാണ് നമ്മൾ കാമദേവനെ യാത്ര അയക്കുന്നത്. അതായത് അതുവരെയുള്ള പൂക്കളും കാമരൂപം ഒക്കെ വാരി കൂട്ടയിലാക്കി, അതായത് ഒരു പൂക്കൂട്ടയിലാക്കി പെൺകുട്ടികളുടെ തലയിൽ വെച്ച് നമ്മൾ പെൺകുട്ടികളെ പിന്തുടർന്ന് എല്ലാവരും പോയി നമ്മൾ തൊടിയിലെ പ്ലാവിൻ ചുവട്ട് നമ്മൾ കാമദേവനെ യാത്ര അയക്കുന്നു എന്നാണ് വിശ്വാസം. കാമദേവനെ നമ്മൾ യാത്ര അയക്കുന്നു.
അപ്പോൾ നമ്മുടെ കൂടെ വീട്ടിലെ ബാക്കിയുള്ളവരും കൂടെ വരുന്നു. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഭാഗത്ത് ഒരു രണ്ടുപേര് പാട്ടൊക്കെ മൂളിക്കൊണ്ടാണ് പോവുക. അതായത് നേരത്തെ കാലത്തെ വരണേ കാമാന്നൊക്കെ നമ്മൾ പാടുകയും അതൊക്കെ ഒരു രസമായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ പാടിക്കൊണ്ട് നമ്മൾ തോടിയിലേക്ക് പോവുകയും ആ പൂക്കളൊക്കെ നമ്മൾ പ്ലാവിൻ ചുവട്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ നിക്ഷേപിച്ച പൂക്കൾക്കിടയിലേക്ക് നമ്മൾ പ്ലാവിലയിൽ ഒരു അടയുണ്ടാക്കി അത് നമ്മൾ ഈ നിക്ഷേപിച്ച പൂക്കളില്ലേ അതിനിടയിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ അവിടെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഈ ഒരു അട, അതായത് ഈ ഒരു പ്ലാവിലയിൽ ഉണ്ടാക്കിയ ഈ ഒരു അട എന്നുള്ള പലഹാരം എടുക്കാനുള്ള അവകാശം പെൺകുട്ടികൾക്കില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. ബാക്കിയുള്ളതിലൊക്കെ പെൺകുട്ടികൾ സ്റ്റാറായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഈ ഒരു അട എടുക്കാനുള്ള അവകാശം ആൺകുട്ടികൾക്കാണ്. അങ്ങനെ ഇതാണ് കാമദേവനെ നമ്മൾ ഉണ്ടാക്കുകയും കാമദേവനെ നമ്മൾ പറഞ്ഞയക്കുന്നത് വരെയുള്ള ചെറിയൊരു ചടങ്ങ്. പിന്നെ പൂരത്തിൻ്റെ അന്ന് നമ്മൾ രാവിലെ കാമദേവന് ഉണ്ടാക്കി കൊടുക്കുന്ന നേദ്യം, അതായത് അരിയും പായസവും നമ്മൾ പൂരക്കഞ്ഞി എന്നാണ് പറയുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. പൂരക്കഞ്ഞി എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ പൂരത്തിൻ്റെ അന്ന് ചില ക്ഷേത്രങ്ങളിൽ, അതായത് നമ്മൾ അറിയക്കാലുകൾ, അതായത് തെയ്യം കൊണ്ടാടുന്ന ചില ഇടങ്ങൾ, ഭഗവതി കാവുകൾ എന്നിവിടെയൊക്കെ പൂരക്കളി നടക്കുന്നു. അതായത് ആൺകുട്ടികളാണ് പൂരക്കളി കളിക്കുന്നത്. അതായത് നടുക്ക് നിലവിളക്ക് വെച്ച് അതിന് ചുറ്റും അതീവ മെയ്വഴക്കത്തോടുകൂടി നാരായണ എന്നൊക്കെ പറഞ്ഞ് പൂരക്കളി കളിക്കുന്നു. ഇതാണ് നമ്മുടെ ഭാഗത്ത് കാണപ്പെടുന്നത്, നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചെറിയൊരു ആചാരമായ പൂരം. എല്ലായിടത്തും പൂരം ഇപ്പോഴും നടക്കുന്നില്ല, എന്നാൽ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പൂരം നടക്കുന്നു. എല്ലാ ആചാരത്തിനും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, എന്നാലും ആചാരം തന്നെയാണ്. എല്ലാവരും ഒരുമയോടുകൂടി ഒന്നിച്ചൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പഴമയുടെ ഒരു സുഗന്ധമൊക്കെ ഒന്ന് പറയാം. പഴമയുടെ ഒരു വിശ്വസിക്കണമെന്നില്ല, എന്നാലും ഇതൊക്കെ ഒരു തരം നമ്മുടെ മനുഷ്യന്മാരുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലൊക്കെ ഇതൊരു ഓർമ്മയായി എന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂരത്തിനെ കുറിച്ച് പറയാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. ചില സ്ഥലത്ത് ഇത് വ്യത്യസ്തമായിരിക്കും പൂരത്തിൻ്റെ ആചാരം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അഥവാ ഞാൻ പറഞ്ഞ വീഡിയോ, നമ്മുടെ പൂരം, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലെ പൂരം എന്നുള്ള ഈ ചടങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.